നമസ്കാരം. ഫുട്ബോൾ പേരിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബാർസലോണയുടെ ബാഡ്ജ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? സോ ഒരു 3 പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടോപ്പിൽ ലെഫ്റ്റിലായിട്ട് ഇംഗ്ലണ്ട് ഫ്ലാഗിനോട് വളരെ സാമ്യമായ രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ റെഡ് ക്രോസ് കാണാനായിട്ട് സാധിക്കും. സോ എന്തിന് ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗിന്റെ ആ ഒരു ഇത് ബാർസലോണയുടെ ബാഡ്ജ് വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരുടെയും മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ആൻസറും ആയിരിക്കും, പക്ഷെ ഒരു വീഡിയോ ത്രൂ ചെയ്യാമെന്ന് ഓർത്തു. ആൻഡ് പല ചില റൂമർ അഥവാ ചിലർ അറിയാത്തവർ പറയാറുള്ളതാണ് ഫോർമർ ബാർസലോണയുടെ ഇംഗ്ലീഷ് ഫസ്റ്റ് മാനേജർ, അതായത് ബാർസലോണയുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് മാനേജറും ബാർസലോണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നാളെ മാനേജർ സേവ് ചെയ്തിട്ടുള്ള ആളുമായ ഇപ്പം ജാക്ക് ഗ്രീൻവെല്ലിന് എന്നാ പറയുക, ഇതിനായിട്ടാണ് അവിടെ ആ ഒരു ബാഡ്ജിൽ ഇത് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളിവിടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ റീസൺ അതൊന്നുമല്ല. സോ ഗ്രീൻവെല്ലിനെ കുറിച്ച് പറയാനാണ് ആൾ 12 വർഷത്തോളം അറ്റ് എ ടൈം 10 ഇയർ, ഈ 13 മുതൽ 23 പിന്നെ 31 മുതൽ 33 വരെ ഇങ്ങനെ 2 ടെന്യൂറിലായിട്ട് ബാർസലോണയ്ക്ക് വേണ്ടി മാനേജറായി നിന്നിട്ടുണ്ട്. 10 വർഷം ബാർസലോണ മാനേജറായി നിന്ന സിംഗിൾ സ്ട്രെച്ചിൽ ഏറ്റവും കൂടുതൽ തവണ നിന്ന ഒരേ ഒരാൾ പുള്ളിയാണ്. റെക്കോർഡും പുള്ളിയുടെ പേരിലാണ്. സോ ജാക്ക് ഗ്രീൻവെല്ലിന് വേണ്ടിയാണ് ആൾക്ക് എന്നാ പറയുക ആദരസൂചകമായിട്ടാണോ ആ ബാഡ്ജിൽ ഇത് വന്നിരിക്കുന്നത്? അല്ല, റീസൺ അതല്ല. റീസൺ എന്നാന്ന് വെച്ചാൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത് സെൻറ്റ് ജോർജ് അഥവാ കാറ്റലോണിയയിൽ സെയിൻറ്റ് ജോർഡി എന്നറിയപ്പെടുന്ന ഇപ്പം പുണ്യാളൻ, ഇപ്പം മലയാളത്തിൽ പറയാനായിട്ടാണെങ്കിൽ വിശുദ്ധ ഗീവർഗീസ് എന്ന് പറയും മലയാളത്തിൽ. സോ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ എന്ന് പറയും മലയാളി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് അറിയായിരിക്കും. സോ പുള്ളിയോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം പുള്ളിയുടെ സിമ്പിളാണ്, ഇപ്പം സെയിൻറ്റ് ജോർജിയുടെ സിമ്പിളാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു റെഡ് ക്രോസ് അഥവാ റെഡ് ക്രോസ് ആണ് പോർച്ചിഗീസിന് ആദര ആദരസൂചകമായിട്ടുള്ള പുള്ളിയുടെ സിമ്പിളാണ്. സോ പുള്ളി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെയും നമ്മൾ നോക്കാനായിട്ടാണ് വിശുദ്ധനാണ്. അതുപോലെ തന്നെ പോർച്ചുഗൽ, അതുപോലെ തന്നെ ജോർജിയ, ജർമ്മനി, ഈ രാജ്യങ്ങളിലെല്ലാം ഒഫീഷ്യൽ വിശുദ്ധനാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെൻറ്റ് ജോർജി അഥവാ കാറ്റലോണിയയിൽ സെയിൻറ്റ് ജോർഡി എന്ന് പറയും. സോ കാറ്റലോണിയയുടെ ഒഫീഷ്യൽ നമുക്കറിയാം സ്പെയിൻ, കാറ്റലോണിയ അവർക്കിടയിൽ ഒരു ഇതുണ്ട്. സോ സെപ്പറേറ്റ് രാജ്യമാണ്, സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ വാദിക്കുന്നവരുണ്ട്. സോ കാറ്റലോണിയ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി തന്നെയാണ് നമുക്കറിയാം. സോ കാറ്റലോണിയയുടെ ഒഫീഷ്യൽ വിശുദ്ധരാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെയിൻറ്റ് ജോർജ് ഗീവർഗീസ് എന്ന് പറയും മലയാളത്തിൽ പറയുന്നത്, വിശുദ്ധ ഗീവർഗീസ്. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണ് എങ്ങനെയാണ് ആള് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാറ്റലോണിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ തന്നെ എന്നാ പറയുക എല്ലാമാണ്. സോ പല എന്നാ പറയുക ഐതിഹ്യങ്ങളും ഉണ്ട് പുള്ളിയുടെ കാര്യത്തിലോട് വരുമ്പം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് അറിയായിരിക്കും എന്നാ പറയുക ഒരു ഫെയറി ടെയിൽ പോലത്തെ ഒരു സ്റ്റോറി. സോ അതിനു മുമ്പ് നമുക്ക് മെറ്റ് പോർഷൻസ് റോഡ് എന്ന് പറയാനായിട്ടാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം ആ ഒരു യെല്ലോയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ 4 സ്ട്രൈപ്സ്, റെഡ് സ്ട്രൈപ്സ് നമുക്കാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം ടോപ്പിൽ. സോ അതെന്തിനാണെന്ന് വെച്ചാൽ പണ്ട് ബാർസലോണ കാറ്റലോണിയയിൽ നമ്മൾ നോക്കാനായിട്ടാണ് 11ാമത്തെ സെഞ്ച്വറീസിൽ ഒരു കൾട്ട് ഉണ്ടായിരുന്നു. അവരൊരു ബാറ്റിൽ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു വൺ ഓഫ് ദ ടോപ്പ് അഥവാ ആ ഒരു ബാറ്റിലുണ്ടായിരുന്ന ആ ഒരു പടത്തലവൻ പുള്ളിയുടെ ഒരു യെല്ലോ ഷീൽഡ് ഉണ്ട്, അതിൽ പുള്ളിയുടെ 4 വിരലിട്ട് ആ ഒരു ചോര വെച്ച് ആ ഒരു വര വരച്ചിരുന്നു ആ ഒരു ബാറ്റിലിനിടയിൽ. സോ ആ ഒരു 11th സെഞ്ച്വറി നടന്ന അതിനെ ആദരസൂചകമായിട്ട് അഥവാ ആ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ബാറ്റിൽ, ഒരു വാർ എന്ന് പറയുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ 4 സ്ട്രൈപ്സ് കാണുന്ന ഒരു റെഡ് സ്ട്രൈപ്സ് ആ ബ്ലഡ് ആയിട്ടാണ്. പിന്നെ താഴത്തെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്ലൂ ആൻഡ് മെറൂൺ സ്ട്രൈപ്സ്, പിന്നെ ഒരു ഫുട്ബോൾ നമുക്ക് കാണാം ആ ബോട്ടം പോർഷൻ. അതെന്ന് പറഞ്ഞാൽ ക്ലബിൻ്റെ സ്പോർട്ടിംഗ് റീസൺസ് അഥവാ സ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് ബാർസലോണ എന്ന് പറയുന്ന ക്ലബിൻ്റെ നമുക്കറിയാം ഒരു സിമ്പിൾ തന്നെയാണ്. ആൻഡ് ഈ ടോപ്പിലാണ് ക്ലബ്ബ് 1899 ഫോം ചെയ്ത നാൾ തൊട്ടേ ബാർസലോണയുടെ ബാഡ്ജിൽ റെഗുലർലി കാണാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ സെയിൻറ്റ് ജോർജിൻ്റെ ആദരസൂചകമായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു റെഡ് ക്രോസ് വരുന്നത്. സോ സെയിൻറ്റ് ജോർജിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ നോക്കാനായിട്ടാണ് അവിടുത്തെ ലോക്കൽസിനിടെ നമുക്കറിയാം കാറ്റലോണിയുടെ വിശുദ്ധനാണ്. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആള് 275 AD ആൾ ജനിച്ചതായിട്ട് പറയുന്നത്. പിന്നെ ആളുടെ മരണം നടക്കുന്നത് 303 AD സോ പറയാനായിട്ടാണ് ഈ 300 ആ ഒരു സമയത്തൊക്കെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാറ്റലോണിയയിലെ ഒരു വില്ലേജ്, സോ അവിടുത്തെ ഒരു വില്ലേജിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വില്ലേജ് ഓഫ് മോൺബ്ലാക്ക് എന്നാണ് പറയപ്പെടുന്നത്. ആ വില്ലേജ് ഓഫ് മോൺബ്ലാക്കിൽ ഒരു ഡ്രാഗൺ ഇറങ്ങുമായിരുന്നു. സോ ഒരു ഡ്രാഗൺ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ വില്ലേജിൽ നിന്ന് ഓരോരുത്തരെ എന്നാ പറയുക ആ ഡ്രാഗണ് ഫുഡായിട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. സോ അവസാനം ഡ്രാഗണും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ വില്ലേജേഴ്സിനും ഇടയിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. അതായത് ഓരോ ദിവസവും ഒരു ലോട്ടറി സിസ്റ്റം ത്രൂ, അതായത് നറുക്കെടുപ്പ് ത്രൂ, ഡ്രാഗണും വില്ലേജസിനിടയിലെ വില്ലേജേഴ്സ് തന്നെ എന്നാ പറയുക ഒരു ഡീൽ ഉണ്ടാക്കി. അതായത് ഓരോരുത്തരെയും നറുക്കെടുപ്പ് ത്രൂ ഡ്രാഗൺ നമുക്ക് ഫീഡ് ചെയ്യാം. സോ അതാരാണോ അതാത് ദിവസം വരുന്നത്, സോ അവരെ വന്ന് ഡ്രാഗൺ പിടിച്ചുകൊണ്ട് പോകും. സോ അങ്ങനെ വില്ലേജിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാം. സോ അങ്ങനെ ഒരു ലോട്ടറി സിസ്റ്റം ത്രൂ ഓരോ ദിവസം ഓരോരുത്തരെ സെലക്ട് ചെയ്ത് ഡ്രാഗൺ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. സോ അങ്ങനെ പോകവേ അവസാനം ലോട്ട് വീണത്
ഒരു ദിവസം വീണത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ വില്ലേജിൽ അഥവാ കിങ്ഡത്തിലെ രാജാവിൻ്റെ മകൾക്കാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണ് കിങ് ഓഫ് ലിബിയാസ് ഡോട്ടറിനാണ് ആ ഒരു സമയത്ത് നറുക്ക് വീഴുന്നത്. സോ ആ കിങ് ഓഫ് ലിബിയയുടെ മകളാണെങ്കിൽ ഇത് ഡ്രാഗനെ ഫീഡ് ചെയ്യാനായിട്ട് റെഡി ആവുകയാണ്. സോ മകളെ ഡോട്ടർ ജസ്റ്റ് അവിടെ വരുവാണ്. സോ അങ്ങനെ ഇരിക്കുകയാണ് ഈ സെയിൻറ്റ് ജോർജ് വന്നാണെങ്കിൽ ആ ഡ്രാഗനെ കൊല്ലുകയും ഈ ഡോട്ടറിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഡ്രാഗനെ കൊല്ലുന്നതിന് പകരമായിട്ട് ആൾക്ക് ബാപ്റ്റിസം ഇൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. അതായത് മാമോദിസ എന്ന് പറയും. സോ ബാപ്റ്റിസം ത്രൂ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് ആളെ കൺവേർട്ട് ചെയ്യാനായിട്ട് ആ ഡ്രാഗനെ കൊല്ലുവാണെങ്കിൽ അലോ ചെയ്യാം എന്നുള്ളൊരു ഓഫർ വെച്ചായിരുന്നു. അങ്ങനെ ആ ഒരു ഡ്രാഗനെ കൊല്ലുകയും അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് ആളെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ബാപ്റ്റിസം ത്രൂ കൺവേർട്ട് ചെയ്യുകയും പിന്നീട് ആൾ മരണപ്പെടുന്നതും ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ആൾ എന്താ പറയുക മതം മാറാനായിട്ടും മറ്റുമൊക്കെ ഫോഴ്സ് ചെയ്തിട്ടും ആരും സമ്മതിച്ചില്ല. അങ്ങനെയാണ് ആൾ കൊല്ലപ്പെടുന്നതെന്നും അങ്ങനെയാണ് ആൾ വിശുദ്ധനായി എന്താ പറയുക പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ടെയിൽ പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. സോ അങ്ങനെ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഡ്രാഗനെ ആൾ കൊല്ലുകയും അങ്ങനെ ആ ഡ്രാഗനെ കൊല്ലുക വഴി ആ ഡ്രാഗൻ്റെ ബ്ലഡ് ഒരു കുന്തമായിട്ട് കുത്തിയാണ് കൊല്ലുന്നത്. സോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എല്ലാവരുടെ ആ ഒരു എന്താ പറയുക ഇമേജ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ആൻഡ് വിശുദ്ധ ഗീവർഗീസ് എന്ന് പറയുക ആളുടെ പേര് ധാരാളം പള്ളികൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. സോ അവിടെ ആണെങ്കിൽ ആളെ ആ ഡ്രാഗനെ കുത്തുകയും ആ ഡ്രാഗൻ്റെ ബ്ലഡ് ഒഴുകി ചെന്ന് അവിടെ മൊത്തം ആ ബ്ലഡ് ഒഴുകി ചെന്ന് അവിടെ ഒരു അതായത് റോസസ് മൊത്തം വളർന്നു ആ ഒരു ഏരിയയിലെന്നും പറയുന്നുണ്ട്, ടെയിലിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു സെൻറ്റ് ജോർജിൻ്റെ ദിനം കാറ്റലോണിയയിൽ വളരെയധികം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. സോ ആൾ മരണപ്പെടുന്നത് ഏപ്രിൽ 23 AD 303 സോ ഏപ്രിൽ 23 സെൻറ്റ് ജോർജ് ഡേ ആയിട്ട് കാറ്റലോണിയയിലും എല്ലാം ആഘോഷിക്കുന്നത്. സോ ഈ ഒരു റോസസ് ആളുടെ ഒരു ദിവസത്തിൽ, അതായത് ആ ഒരു ബ്ലഡ് ഒഴിച്ചാൽ അവിടെ റോസ് ഉണ്ടായി. സോ ആ റോസസ് ആളുടെ ഒരു സെയിൻറ്റ് ജോർജ് ദിനത്തിൽ ഒരു എന്താ പറയുക ഒരു വലിയൊരു ഭാഗമാണ്. സോ അവിടെ സെയിൻറ്റ് ജോർജ് ദിനത്തിൽ നമുക്ക് കാണാം എല്ലാ ഹോട്ടൽസിലാണേലും വീടുകളിലാണേലും ഈവൻ എന്താ പറയുക ഐക്കോണിക് പ്ലേസസിലൊക്കെ ആണെങ്കിലും റോസുകൾ കൊണ്ട് നിറയ്ക്കും. കൂടാതെ ഒരു വാലന്റൈൻ ഡേ ആയിട്ടാണ്, അതായത് കാറ്റലോണിയ കമ്മ്യൂണിറ്റിക്കിടയിൽ സെയിൻറ്റ് ജോർജ് ഡേ അവരുടെ ഒരു വാലന്റൈൻ ഡേ ആയിട്ടുമാണ് ആഘോഷിക്കുന്നത്. സോ അന്ന് അവരുടെ കപ്പിൾസിനും കമിതാക്കളും തമ്മിൽ റോസസ് എക്സ്ചേഞ്ച് ചെയ്യുകയും സോ ഒരു കാറ്റലോണിയ കമ്മ്യൂണിറ്റിക്കിടയിൽ സെയിൻറ്റ് ജോർജ് ഡേ ഒരു വാലന്റൈൻ ഡേയും കൂടെയാണ്. സോ സെയിൻറ്റ് ജോർജിന് ആദര സൂചകമായിട്ടാണ് ആളുടെ സിമ്പിളായ ആ ഒരു റെഡ് കളറിലെ ക്രോസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കാനായിട്ടാണ് ബാർസലോണ ബാഡ്ജിലുള്ളത്. സോ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ടീം ബാഡ്ജിനും ഇതിനുമായിട്ട് സാമ്യമുണ്ട്. ഇതുമായിട്ട് എന്നാ പറയാനായിട്ടാണ് അവിടുത്തെ ഒഫീഷ്യൽ വിസിറ്റ് സെയിൻറ്റ് ജോർജ് ആണ്. സോ ധാരാളം സാമ്യങ്ങളുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇതാണ് എന്നാ പറയുക ഒരു സെയിൻറ്റ് ജോർജിന് ആദ്യ സൂചകമായിട്ടാണ് ബാഡ്ജിൽ ഈ ഒരു ക്രോസ് വരുന്നത്. അല്ലാതെ ഇംഗ്ലണ്ട് നാഷണൽ ടീമുമായിട്ടോ ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗുമായിട്ടോ ഇംഗ്ലണ്ട് ബാക്ക്ഗ്രൗണ്ടുമായിട്ടോ അല്ലാതെ ഒന്നും ഒരു ബന്ധവും ഇല്ല ബാർസലോണയുടെ ഈ ബാഡ്ജുമായിട്ട്. സോ ഇതാണ് ഒഫീഷ്യൽ റീസൺ. സോ ജസ്റ്റ് ഒരു വീഡിയോ ത്രൂ ചെയ്യണമെന്ന് തോന്നി പറഞ്ഞു, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.